തൃശൂരിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് ഒല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്. ഒല്ലൂർ മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. UDFന്റെ മണ്ണാണ് ഒല്ലൂരെന്നും കഴിഞ്ഞ 15 വർഷക്കാലം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന തനിക്ക് വലിയ വിജയമുണ്ടാകുമെന്നും ഷാജി കോടങ്കത്ത് അമൃത ന്യൂസിനോട് പറഞ്ഞു. തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോഴും വലിയ പ്രതീക്ഷയാണ് തൃശ്ശൂരിലെ ഓരോ സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഒല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത്, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്താണ് ചേരുന്നത്. ഒല്ലൂരിലെ ഒരു പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എങ്ങനെയാണ് കാണുന്നത്? ഒല്ലൂർ UDF തിരിച്ചു പിടിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അതൊരു UDFൻ്റെ മണ്ണാണ്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ ബഹുഭൂരിപക്ഷം വാർഡുകളും UDFൻ്റെ കയ്യിലാണ്. അതുപോലെ തന്നെ പാണഞ്ചേരി, പുത്തൂർ പഞ്ചായത്തുകൾ UDFൻ്റെ കയ്യിലാണ്. നടത്തറ പഞ്ചായത്തിൽ 5 സീറ്റ് ഉണ്ടായിരുന്നത് 9 സീറ്റാക്കി, 1 സീറ്റിനാണ് ഭരണം പോയത്. അതുപോലെ മാറക്കത്ര മാത്രമാണ് UDFന് കുറച്ച് മോശമായ പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും വോട്ട് ഷെയറിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ത്രിതല പഞ്ചായത്തിൽ. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് UDFനും കോൺഗ്രസിനും ഒല്ലൂർ നിയോജകമണ്ഡലത്തിലുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരുപാട് നിയമസമര പോരാട്ടത്തിലൂടെ ആ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളതാണ്. കോടതി പാലമായാലും മണ്ണുത്തി വടക്കുംചേരി ദേശീയപാത വിഷയമാണെങ്കിലും അതുപോലെ ടോൾ പാസയാണെങ്കിലും അതുപോലെ മണൽപ്പുഴത്തെ ചെക്ക് ഡാം, ഭൂഗർഭ കേബിള്, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ അവിടെ ഇടപെടാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ ജനകീയ വിഷയങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിരവധി തരത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ട ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ചും പാലിയേക്കര ടോൾ ഇഷ്യൂ എന്ന സമയത്ത് അത്തരത്തിലുള്ള പിന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ വോട്ടായി മാറുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇത്തരം ജനകീയ പ്രവർത്തനങ്ങൾ തന്നെ ആയിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക? തീർച്ചയായിട്ടും ജനകീയ പ്രവർത്തനം തന്നെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത്. ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുക, അത് പരിഹരിക്കാൻ സാധിക്കുക, അതുതന്നെയാണ് ഇനിയുള്ള ജീവിതകാലം നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. അതുതന്നെയാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു സംശയമില്ല, ജനകീയ പ്രവർത്തനങ്ങളൊക്കെ വോട്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അതാണ് നമ്മുടെയൊക്കെ ആത്മവിശ്വാസം. ഈ മറ്റ് സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് ഒല്ലൂരിൽ K രാജനൊക്കെ മത്സരിക്കുമ്പോൾ അദ്ദേഹം MLA കൂടിയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു മാറ്റം, ഒരു ഭരണമാറ്റം, ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുണ്ട്. ആ ഒരു മാറ്റം ഒല്ലൂരിലും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണോ? അതെ, കേരളത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഒല്ലൂരിലെ ജനങ്ങളും ആ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട് തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ഒല്ലൂരിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു വികസനം ഉണ്ടായിട്ടില്ല ഒല്ലൂരിൽ. അതിപ്പോൾ ടൂറിസം മേഖലയായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയായാലും അതുപോലെ തന്നെ ജോലി സംബന്ധമായ ഒരു വ്യവസായം പോലും ആ പ്രദേശത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് നമ്മൾ ഇലക്ഷന് ജനങ്ങളോട് മുമ്പിൽ സമർപ്പിച്ചത്. ഷാജിയേട്ടൻ്റെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയാണ്? എത്ര സീറ്റ് കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? കേരളത്തിലാണോ? കേരളത്തിൽ 85-100 ഇടയ്ക്ക് സീറ്റ് UDFന് കിട്ടും. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിലോ? തൃശ്ശൂരിൽ വരികയാണെങ്കിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും തൃശ്ശൂർ കോൺഗ്രസ് ഈ പ്രാവശ്യം UDF വിജയിക്കും. വലിയൊരു കാറ്റ് UDFന് ഈ പ്രാവശ്യം തൃശ്ശൂരിലുണ്ടാവും. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇത്തവണ എത്രത്തോളമാണ് പ്രതീക്ഷ? സീറ്റുകൾ എണ്ണത്തിലല്ല, പല സീറ്റുകളിലും ശക്തമായ മത്സരം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ബഹുഭൂരിപക്ഷം 13 ബഹുഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസും UDF ഈ പ്രാവശ്യം തിരിച്ചു പിടിക്കും. എന്തായാലും ഒരു തികഞ്ഞ പ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയുണ്ട്. അത് കേരളത്തിലെ ഏത് മേഖലയിൽ ചെന്നാലും കേരളത്തിലെ ജനങ്ങൾ ആ മാറ്റം ആഗ്രഹിക്കണമെന്ന് നമുക്ക് കാണാം. നിങ്ങൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ തന്നെ ജനങ്ങൾ മാറ്റത്തിനായിട്ട് വോട്ടാണ് പറയുന്നത്. അപ്പോൾ അതന്നെ ഞങ്ങൾ വലിയ പ്രതീക്ഷയുള്ളത്. അതാണ് അദ്ദേഹം പറയുന്നത്. മാറ്റത്തിൻ്റെ വോട്ട്, ആ ഒരു പ്രതീക്ഷ ഉണ്ട്. വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഒല്ലൂരിലെ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.